الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إنما أنا منذر وما من إله إلا الله الواحد الغفار إلا الله الواحد القهار رب السماوات والأرض وما بينهما العزيز الغفار قل هو نبأ عظيم أنتم عنه معرضون സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുന്നു. ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടുകൂടി ഖുർആനിൻ്റെ അവതരണം ആരംഭിച്ച മാസമായ റമളാൻ ഈ വർഷത്തേത് കഴിഞ്ഞുപോയി. അവസാന ഖുത്ബയിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ എന്തെല്ലാം നമ്മൾ നേടി, എന്തൊക്കെ നമ്മൾ ഒഴിവാക്കി, പുതിയ എന്തെങ്കിലും നമുക്ക് നേടിയെടുക്കുവാൻ കഴിഞ്ഞോ, നമ്മളിൽ നിലനിന്നിരുന്ന ദുർഗുണങ്ങൾ ഒഴിവാക്കുവാൻ കഴിഞ്ഞോ, ആത്മപരിശോധന നടത്തുക. വീണ്ടും വിചാരത്തോടുകൂടി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ മാത്രമേ അള്ളാഹു അത് സ്വീകരിക്കുകയുള്ളൂ, അള്ളാഹു പ്രതിഫലം നൽകുകയും ചെയ്യുകയുള്ളൂ. ഈമാനും ഇഹ്തിസാബും ഒരുപോലെ ഒരേ സമയത്ത് മനുഷ്യന്റെ മനസ്സിൽ നിലനിൽക്കേണ്ടതാണ്. വിശ്വാസവും വീണ്ടും വിചാരവുമാണ് അത്. റമളാനിൽ നിങ്ങൾ നിസ്കരിച്ചാലും നോമ്പനുഷ്ഠിച്ചാലും വിശ്വാസവും വീണ്ടും വിചാരവും ഇല്ലെങ്കിൽ അത് അംഗീകരിക്കപ്പെടുകയില്ല. അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല എന്നതാണ്. മാറ്റങ്ങളുണ്ടായി എങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിച്ചു എന്നുമാണ്. അതൊന്നുകൂടി ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. അതല്ല നമ്മുടെ ഇന്നത്തെ വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദാസന്മാരിൽ ശ്രേഷ്ഠനായ മുഹമ്മദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പ്രഖ്യാപിക്കുവാനായി ആവശ്യപ്പെടുകയാണ്.
ഖുൽ, താങ്കൾ ഒരു പരസ്യപ്രഖ്യാപനം നടത്തണം. താങ്കളുടെ മുമ്പിൽ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് മാത്രമല്ല, ഭാവിയിൽ വരാനിരിക്കുന്ന എല്ലാവർക്കുമുള്ള ഒരു സന്ദേശത്തിന്റെ പ്രഖ്യാപനമായിരിക്കണം അത്. പറയേണ്ടത് ഇതാണ്: ഞാനൊരു മുന്നറിയിപ്പുകാരനാണ്. അതിന്റെ അർത്ഥം വരാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയിച്ചു തരുന്ന ആളാണ്. മുന്നറിയിപ്പുകാരൻ എന്ന് പറയുമ്പോൾ അതാണല്ലോ, മുന്നിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ അറിയിച്ചു തരുന്ന ആള്. ഞാൻ അത് മാത്രമാണ്. ഞാൻ നിങ്ങളെ അറിയിക്കുന്ന കാര്യം വമാ മിൻ ഇലാഹിൻ ഇല്ലല്ലാഹുൽ വാഹിദുൽ ഖഹാർ, അല്ലാഹു അല്ലാത്ത മറ്റൊരു ഇലാഹില്ല. അവൻ ഏകനാണ്, എല്ലാം അടക്കി ഒതുക്കി ഭരിക്കുന്നവനും നിയന്ത്രിക്കുന്നവനുമാണ്. എല്ലാറ്റിനെയും അടക്കി ഭരിക്കുന്ന ഏകനായ അല്ലാഹു, അവനല്ലാതെ മറ്റൊരു ഇലാഹില്ല. ആ ഇലാഹ് പ്രപഞ്ചത്തിന്റെ രക്ഷിതാവാണ്. ആകാശഭൂമികളുടെയും അവയ്ക്കിടയിലുള്ളതിൻ്റെയും, അഥവാ നമ്മൾ പേര് പറഞ്ഞു പോരുന്ന പ്രപഞ്ചത്തിന്റെ, അതെന്താണെന്ന് പറയുന്നവർക്കും കേൾക്കുന്നവർക്കും അറിയുകയില്ല. അള്ളാഹുവിന് മാത്രം അറിയുന്ന ഒന്നാണ് അത്. നമ്മളുമായി ബന്ധമുള്ളത് ഒരുപക്ഷെ നമുക്ക് ചിലതൊക്കെ അറിഞ്ഞെന്ന് വരാം. പക്ഷേ അതിവിശാലമായി പ്രപഞ്ചം അതെന്താണെന്ന് അതിന്റെ സ്രഷ്ടാവായ അള്ളാഹുവിനെ അറിയും. അതിന്റെ സൃഷ്ടാവ് ഏതായാലും പ്രതാപശാലിയാണ്. അതോടൊപ്പം തന്നെ അവന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ് അവന്റെ സൃഷ്ടിജാലങ്ങളിൽ വന്നുപോകുന്ന പാകപ്പിഴവുകൾ പുറത്തു തരിക എന്നത്. പ്രതാപശാലിയാണ് അവൻ, പാപങ്ങൾ പൊറുക്കുന്നവനാണവൻ. വീണ്ടും അല്ലാഹു പ്രഖ്യാപിക്കുവാൻ ആവശ്യപ്പെടുകയാണ് പ്രവാചകനോട്. ഖുൽ, പ്രഖ്യാപിക്കുവാന്ന്. ഹുവ നബഉൻ അളീം, ഒരു വലിയ സന്ദേശമാണിത്, മഹാസന്ദേശമാണിത്. ഈ സന്ദേശം പ്രപഞ്ചത്തെക്കാൾ വിശാലമായ സന്ദേശമാണ്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനു മുമ്പ് പടച്ചതമ്പുരാന്റെ ഖദറിൽ നിലയുറപ്പിച്ചുള്ള സന്ദേശമാണ്. ഈ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പ് നടന്നത്. അതുകൊണ്ട് അതിവിശാലമായ പ്രപഞ്ചത്തെക്കാൾ വലിയ മഹത്തരമായ ഒരു സന്ദേശമാണ് ഇത്. ഏത്? അതവിടെ വിവരിച്ചില്ല. ഞാൻ ഏതൊന്നിന്റെ മുന്നറിയിപ്പുകാരനാണോ അത്, ഏതൊന്നാണോ നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തരുന്നത് അത്. എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാർ അവരുടെ കാലഘട്ടങ്ങളിലെ മനുഷ്യർക്ക് എത്തിച്ചു കൊടുത്തത് ഏതാണോ അത്. ആദം നബി അലൈഹിസ്സലാം തുടങ്ങിവെച്ച സന്ദേശമേതാണോ അത്. സന്താന പരമ്പരകളിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംബിയ മുർസലുകൾ ആ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടെ മുമ്പിൽ സമർപ്പിച്ച സന്ദേശമെന്തോ അത്. ഖുൽ ഹുവ, അത് പ്രഖ്യാപിക്കുവാങ്ങ്. അത് മനുഷ്യാരംഭം മുതൽ അല്ല, പ്രപഞ്ചത്തിന്റെ ആരംഭം മുതൽ അല്ല, അതിനു മുമ്പ്, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് പടച്ചതമ്പുരാൻ നിശ്ചയിച്ചിട്ടുള്ള അവന്റെ ഖദറിൽ ഒതുക്കിയിട്ടുള്ള മഹാസന്ദേശം. നബഉൻ അളീം, മഹാസന്ദേശമാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ആ സന്ദേശത്തിൽ നിന്ന് അന്തും അന്നുമൈറുദൂൻ, നിങ്ങൾ വ്യതിചലിച്ചു പോവുകയാണല്ലോ.
ഈ മഹാസന്ദേശം നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ട് അത് തിരിയാതെ മനസ്സിലാകാതെ പോകുന്ന നിങ്ങൾ വ്യതിചലിച്ചു പോവുകയാണല്ലോ. പിന്നെ ഞാൻ ആരാണെന്നോ? ഞാൻ പടച്ചതമ്പുരാന്റെ ഒരടിമ മാത്രമാണ്. എനിക്ക് എന്തെങ്കിലും അവൻ അറിയിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ എനിക്കറിയൂ. നിങ്ങളുടെയും എന്റെയും ഉപരിലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ എനിക്കറിഞ്ഞുകൂടാ. ആകാശങ്ങളുടെ അനന്തതകളിൽ പടച്ചതമ്പുരാന്റെ ആജ്ഞാനുവർത്തികളായി കഴിഞ്ഞുകൂടുന്ന മലക്കുകൾ, ദൂതന്മാർ, ആ മലക്കുകൾ തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വർത്തമാനങ്ങൾ എനിക്കറിഞ്ഞുകൂടാ. മാക്കാനലി മിൻ ഇൽമിൻ, എനിക്ക് അറിവിൽ നിന്നൊന്നുമില്ലല്ലോ. എനിക്കൊരറിവുമില്ല. ബിൽ മലയിൽ ആല, അത്യുന്നതങ്ങളിൽ പടച്ചതമ്പുരാന്റെ തിരഞ്ഞെടുക്കപ്പെട്ട മലക്കുകൾ തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സംസാരങ്ങളും അവരെടുക്കുന്ന തീരുമാനങ്ങളും അവർക്ക് ലഭിക്കുന്ന നിയമങ്ങളും, അതിലൊന്നും ഇടപെടാൻ എനിക്ക് കഴിയില്ല. എനിക്കതിന് അധികാരമില്ല. എനിക്കതറിഞ്ഞുകൂടാ. പിന്നെയോ ഞാൻ എവിടെയാണെന്നോ? ഇൻ യൂഹാ ഇലയ്യ ഇല്ലാ അന്നമാ അന നദീറും മുബീൻ, എനിക്ക് ലഭിക്കുന്ന ബോധനങ്ങൾ മാത്രം. ഞാനൊരു മുന്നറിയിപ്പുകാരനായിക്കൊണ്ട് എന്നെ പടച്ചതമ്പുരാൻ ബോധനങ്ങളിലൂടെ, വഹിയിലൂടെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അള്ളാഹുവിന്റെ മഹാപ്രപഞ്ചത്തിലെ നിസ്സാരമായ കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ, അതേ എനിക്കറിയൂ. ഞാൻ നിങ്ങളിൽ ഒരുവനാണ്. നിങ്ങളെപ്പോലെ ഒരു ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്നവനാണ്. ഒരു പിതാവിന്റെ മകനാണ്. നിങ്ങളെപ്പോലെ അന്നം കഴിക്കുന്നവനാണ്, വെള്ളം കുടിക്കുന്നവനാണ്, ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നവനാണ്. ശാരീരികമായ ആവശ്യങ്ങളും നിങ്ങളെപ്പോലെ പൂർത്തീകരിക്കുന്നവനാണ്. ഞാനൊരു പുരുഷനാണ്, ഞാനൊരു ഭർത്താവാണ്, ഞാനൊരു പിതാവാണ്. നിങ്ങളെപ്പോലെ ഞാനും നിങ്ങളും തമ്മിൽ ഒരേ ഒരു കാര്യത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഒരു മുന്നറിയിപ്പുകാരൻ എന്ന നിലയിൽ പടച്ചതമ്പുരാൻ എനിക്ക് നൽകുന്ന ബോധനം, ആ ബോധനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്ന സന്ദേശം, ആ സന്ദേശം മഹാസന്ദേശമാണ്. ലോകത്തെ കീഴടക്കുന്ന സന്ദേശമാണ്. ഇതിന്റെ ശ്രോതാക്കളായ നിങ്ങൾക്ക് മാത്രമുള്ള സന്ദേശമല്ല. നിങ്ങളുടെ നാട്ടുകാരായ അറബികൾക്ക് മാത്രമുള്ള സന്ദേശമല്ല. ഇതിന് അതിർവരമ്പുകളില്ല. ഇതിന് കാലവ്യത്യാസമില്ല. അന്ത്യനാളിൽ ജനിക്കാൻ പോകുന്ന മനുഷ്യന് വരെ എത്തിച്ചേരേണ്ട ഒരു വലിയ സന്ദേശം, അന്ത്യനാൾ വരെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് മുഴുവൻ അവരുടെ കർമ്മജീവിതത്തിൽ നടപ്പിലാക്കുവാനുള്ള മഹാസന്ദേശം, ലോകത്തിന്റെ ഭാഗധേയം നിശ്ചയിക്കുന്ന സന്ദേശം, മാനവരാശിയുടെ വിമോചനം പ്രഖ്യാപിച്ചിട്ടുള്ള സന്ദേശം, അക്രമങ്ങളില്ല, അനീതിയില്ലാത്ത സന്ദേശം, കാരുണ്യത്തിന്റെ സന്ദേശം, നീതിയുടെ സന്ദേശം. ഈ സന്ദേശത്തിന്റെ മുമ്പിൽ വലിയവനില്ല, ചെറിയവനില്ല. ലോകത്തുള്ള എല്ലാ വ്യത്യാസങ്ങളും കേവലം വൈവിധ്യങ്ങൾ മാത്രം. നിങ്ങൾ പോന്നത് ഒരാണിൽ നിന്നോ ഒരു പെണ്ണിൽ നിന്നോ ആണ്. ആ ആണും പെണ്ണും ഒന്നിച്ചു ജീവിച്ചപ്പോഴുണ്ടായിത്തീർന്ന സന്തതികൾ ഭൂഗോളത്തിന്റെ പല ഭാഗങ്ങളിലും മാറിത്താമസിച്ചപ്പോൾ അവർ ജീവിക്കുന്ന പ്രദേശത്തിന്റെ സ്വാധീനമനുസരിച്ച് അവരിൽ വ്യത്യാസങ്ങളുണ്ടായി. കേവലം വൈവിധ്യങ്ങൾ മാത്രം. ചിലർ വെറുത്തവരായി, കറുത്തവരായി, വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവരായി, ആശയങ്ങൾ കൈകാര്യം ചെയ്യുന്നവരായി. അവരുടെ സാഹചര്യങ്ങൾ ചിലപ്പോൾ അവർക്ക് അനുകൂലമായി തീർന്നു. അപ്പോൾ അവരിൽ സമ്പന്നരുണ്ടായി. ചിലർക്ക് പ്രതികൂലമായി, അപ്പോൾ അവരിൽ ദരിദ്രരുണ്ടായി. ചിലർക്ക് പിന്തുണകൾ കിട്ടി, അപ്പോൾ അവർ ഭരണാധികാരികളായി. ഈ വ്യത്യാസം നിങ്ങളിൽ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ്. നിങ്ങളുടെ സാഹചര്യമാണ് അതിന്റെ സൃഷ്ടാക്കൾ. ആ സാഹചര്യത്തിന്റെ സൃഷ്ടികളാണത്. അതുകൊണ്ട് നിങ്ങളിൽ വിവേചനങ്ങളില്ല.
ഈ സന്ദേശം അതാണ് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. നീതിയുടെ സന്ദേശം, കാരുണ്യത്തിന്റെ സന്ദേശം, സമത്വത്തിന്റെ സന്ദേശം, ഔദാര്യത്തിന്റെ സന്ദേശം, മനുഷ്യനുയരാൻ കഴിയുന്ന എല്ലാ മാർഗങ്ങളും തുറന്നു കൊടുത്തിട്ടുള്ള സന്ദേശം. ആ സന്ദേശം ചെവിക്കൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ അവർക്ക് ഉന്നതങ്ങളിൽ എത്തിച്ചേരാൻ കഴിഞ്ഞേക്കും. അതാണ് ഈ സന്ദേശം. അവിടെ നിങ്ങൾ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് എന്താണെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. സൂറത്ത് സ്വാദിലൂടെ പടച്ചതമ്പുരാൻ ചില സംഭവങ്ങൾ വെക്കുന്നുണ്ട്. ഞാൻ ഓതിവെച്ച ഈ ആയത്തുകൾ സൂറത്ത് സ്വാദിന്റെ അവസാനമാണ്. ചില സംഭവങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരെ തട്ടിയുണർത്തുകയാണ് ചെയ്യുന്നത്. തുടക്കം ആദ്യം അവസാനമായി സൂചിപ്പിക്കുന്നു. നിങ്ങളെല്ലാവരും ഒരു പിതാവിൽ നിന്നാണല്ലോ വന്നത്. ആ പിതാവിനെക്കുറിച്ച് ഒരന്വേഷണം നടത്തുകയാണ്. അതിനെ സൃഷ്ടിക്കാൻ പോകുമ്പോൾ ഈ കളിമണ്ണിൽ നിന്ന് ഞാനൊരു ബശറിനെ പടക്കുന്നു, ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്നു. അതിൽ ഞാൻ എന്റെ റൂഹ് എന്ന് പറയുന്ന സവിശേഷത സന്നിഹിപ്പിക്കും. അതിൽ ഞാൻ ഊതും. അത് ഊതിക്കഴിഞ്ഞാൽ എന്റെ മുഖറബുകളായ മലക്കുകളെ നിങ്ങൾ അവന്റെ മുമ്പിൽ വിനയത്തിന്റെ അല്ല അനുസരണത്തിന്റെ സാഷ്ടാംഗം ചെയ്യണം. അദ്ദേഹം ജീവിക്കുവാൻ പോകുന്ന ലോകത്ത് നിങ്ങളുടെ സഹകരണം ആവശ്യമാണ്. ആ സഹകരണത്തിന് നിങ്ങൾ സന്നദ്ധത പ്രകടിപ്പിക്കണം. നിങ്ങൾ സേവന സന്നദ്ധരായി തലകുനിക്കണം. പടച്ചതമ്പുരാൻ സൃഷ്ടിക്കുവാൻ പോകുന്ന ആ മനുഷ്യൻ എന്ന് പറയുന്ന സൃഷ്ടിയുടെ മുമ്പിൽ ആദരണീയരായ മലക്കുകൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ സന്തതികൾക്കും സേവനം ചെയ്യുവാൻ സന്നദ്ധരായി തലകുനിച്ചു. ഒരാൾ മാറി നിന്നു. അത് മലക്കായിരുന്നില്ല, മലക്കുകളുടെ കൂടെ ജീവിച്ചിരുന്ന ഒരു ജിന്നായിരുന്നു. അദ്ദേഹത്തെ ഖുർആൻ വിളിച്ചത് ഇബ്ലീസ് എന്നാണ്. മറ്റു ചിലപ്പോൾ അദ്ദേഹത്തെ ശൈത്താൻ എന്നും വിളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സൃഷ്ടിപ്പ് കളിമണ്ണിൽ നിന്നല്ല, തീയിൽ നിന്നാണ്. അദ്ദേഹം മാറി നിന്നു. ഞാനില്ല. എന്താ നിനക്ക് തടസ്സമെന്ന് അല്ലാഹു ചോദിച്ചു. ആ ചോദ്യം തന്നെ പടച്ചതമ്പുരാൻ ഒരു പ്രത്യേക രീതിയിൽ, യാ ഇബ്ലീസേ മാ മനഅക അൻ തസ്ജുദ ലിമാ ഖലഖ്തു ബിയദയ്യ, എന്റെ കരങ്ങൾ കൊണ്ട് സവിശേഷമായി ഞാൻ സൃഷ്ടിച്ച ഈ സൃഷ്ടിയുടെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യുന്നതിന് നിനക്കുള്ള തടസ്സമെന്താണ്? ഇസ്തക്ബർത അം കുൻത മിനൽ ആലീൻ, അഹങ്കാരം മാത്രമല്ലേ അതിന് കാരണം? ആണോ? അതല്ല നീ അത്യുന്നതനാണെന്ന തോന്നലാണോ? എല്ലാറ്റിനും ഉപരിയിലാണെന്ന് നീ എന്ന തോന്നലാണോ നിന്റെ ധിക്കാരത്തിന് കാരണം? അഹങ്കാരമല്ലേ? ഇബ്ലീസിനെ വിളിച്ചുകൊണ്ട് അല്ലാഹു ചോദിക്കുകയാണ്. ഒരുപാട് ഗുണപാഠങ്ങൾ ഇവിടെയുണ്ട്. വിശദീകരിക്കുവാൻ സമയമില്ലാത്തതുകൊണ്ട് മർമ്മപ്രധാനമായ പോയിന്റിലേക്ക് എത്തിച്ചേരുകയില്ല എന്ന ആശങ്ക കൊണ്ടും ഞാനത് വിശദീകരിക്കുന്നില്ല. അവൻ പറഞ്ഞു, ഞാനാണ് ഇവനേക്കാൾ ഖൈറ്. മനുഷ്യ സമൂഹത്തിലെ കുഴപ്പത്തിന്റെ തുടക്കം, നാശത്തിന്റെ തുടക്കം. അവനേക്കാൾ ഉത്തമൻ ഞാനാണ് എന്ന് ആരുടെ മനസ്സിൽ വന്നാലും അവനാണ് നാശത്തിന്റെ തുടക്കക്കാരൻ. ആർക്ക് വന്നാലും, അത് മനുഷ്യ സൃഷ്ടിക്ക് വന്നാലും ജിന്ന് സൃഷ്ടിക്ക് വന്നാലും, ഇനി അഥവാ മറ്റേതെങ്കിലും ഒരു സൃഷ്ടിക്ക് വന്നാലും അവിടെ തുടങ്ങുകയാണ് നാശം. അന ഖൈറും മിൻഹു, ഞാനാണ് അവനേക്കാൾ ഉത്തമൻ, നല്ലവൻ, ഖൈറായവൻ. കാരണം ബോധിപ്പിച്ചത് എന്താണെന്നോ, ഖലഖ്തനീ മിൻ നാരിൻ വഖലഖ്തഹു മിൻ തീൻ, തീയിൽ നിന്നാണ് നീ എന്നെ പഠിച്ചത്, കളിമണ്ണിൽ നിന്നാണ് അവനെ പഠിച്ചത്. പഠിച്ചത് നീയാണ്. ഓ ഇബ്ലീസ്, നിന്നെ പഠിച്ചത് നിന്റെ രക്ഷിതാവായ സൃഷ്ടാവായ അല്ലാഹുവാണെന്ന് അംഗീകരിക്കുവാൻ നിനക്ക് കഴിഞ്ഞല്ലോ. പിന്നെ നിന്നെ എന്തിൽ നിന്ന് പഠിച്ചാലെന്താ?
നിന്നെ തീയിൽ നിന്ന് പടച്ചാലും കളിമണ്ണിൽ നിന്ന് പടച്ചാലും പടച്ചവൻ അല്ലാഹുവല്ലേ. ചിന്തിക്കുവാൻ അവരെ അഹങ്കാരം അവൻ അനുവദിച്ചില്ല. അവൻ ഉന്നതനാണെന്ന തോന്നൽ അവൻ അനുവദിച്ചില്ല. കാരണം നാശകാരിയാകാൻ പോവുകയാണ് അവൻ മാത്രമല്ല, അവനെ പിൻപറ്റുന്നവരൊക്കെ ലോകത്ത് നാശകാരികളാകാൻ പോവുകയാണ്. അള്ള പറഞ്ഞു, പൊയ്ക്കോ ഇവിടെ, ഇനി ഇവിടെ നിനക്ക് പ്രവേശനമില്ല. അങ്ങനെയാണല്ലോ ഭൂമിയിലേക്ക് അവനും അതോടൊപ്പം തന്നെ പിന്നാലെ ആദമും ഹവ്വയും വന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് മനുഷ്യൻ ഇണതുണകളായി ജീവിച്ച് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പോയി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനുകൂലമായ സാഹചര്യങ്ങളിൽ ചിലർക്ക് വളരാൻ കഴിഞ്ഞു, പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ചിലർ തകർന്നുപോയി. അവർ ജീവിക്കുന്ന പ്രദേശത്തിന്റെ വ്യത്യാസങ്ങൾ അവരുടെ ശരീരപ്രകൃതിയിൽ പല മാറ്റങ്ങളും വ്യത്യാസങ്ങളും ഉണ്ടാക്കി. സൃഷ്ടിച്ചവൻ അല്ലാഹുവാണ്, ഒന്നിൽ നിന്ന് അതിന്റെ ഇണയിൽ നിന്ന്. ഒരുവിധ വ്യത്യാസവും പരിഗണിക്കാതെ മാനവരാശിയുടെ മുമ്പിൽ പിന്നെ ഒരു സന്ദേശം സമർപ്പിക്കുകയാണ്. കാരുണ്യത്തിന്റെ സന്ദേശം, അതേ നീതിയുടെ സന്ദേശം, സാഹോദര്യത്തിന്റെ സന്ദേശം, സമത്വത്തിന്റെ സന്ദേശം. അതിവിടെ ബോധ്യപ്പെടുത്തുവാൻ ഈ അധ്യായത്തിൽ തന്നെ 3 സംഭവങ്ങൾ പടച്ചതമ്പുരാൻ വിവരിക്കുകയാണ്. ഒന്ന്, അല്ലാഹുവിന്റെ അടിയാറുകളിലെ അത്യുന്നതനായ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ സംഭവം. രണ്ടാമത്തെ സംഭവം അദ്ദേഹത്തിന്റെ മകനായ സുലൈമാൻ അലൈഹിസ്സലാമിന്റെ സംഭവം. മൂന്നാമത്തെ സംഭവം അല്ലാഹുവിന്റെ ദാസനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ സംഭവം. ഈ 3ലും ഒരുപാട് ഗുണപാഠങ്ങൾ അത് കേൾക്കുന്ന എല്ലാവർക്കും എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടാകും. ലോകത്ത് മനുഷ്യന് വളരാൻ കഴിയുന്നതിന്റെ അത്യുന്നതിയിൽ വളർന്നെത്തിയ മഹാനായ ഒരു പ്രവാചകനായിരുന്നു ദാവൂദ് നബി അലൈഹിസ്സലാം. അദ്ദേഹം രാജാവായിരുന്നു, ഭരണാധികാരിയായിരുന്നു, വിധികർത്താവായിരുന്നു. ഖുർആൻ അതെല്ലാം വിവരിക്കുന്നുണ്ട്. സൂറത്ത് സാദ് ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ അറിയാം. ഒരുപാട് കെട്ടുകഥകൾ, ഒരുപാട് അബദ്ധങ്ങൾ, ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന വിവരണങ്ങൾ എഴുതപ്പെട്ട എല്ലാ തഫ്സീറുകളിലും കടന്നുകൂടിയിട്ടുണ്ട് എന്ന വേദനയോടുകൂടി അതിൽ നിന്നെല്ലാം മാറി മുൻധാരണയില്ലാതെ പരിശുദ്ധ ഖുർആനിലേക്ക് നേർക്കുനേരെ നിങ്ങൾ ചെല്ലണം. എഴുതപ്പെട്ട തഫ്സീറുകളിലെല്ലാം അടങ്ങിയിട്ടുള്ള എല്ലാവിധ കെട്ടുകഥകളും തെറ്റിദ്ധാരണകളും ഊഹാപോഹങ്ങളും ഇസ്രായേലിയാത്തും ഒക്കെ ഒഴിവാക്കണം. ദാവൂദ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു പരീക്ഷിച്ചു. പരീക്ഷിച്ചത് അദ്ദേഹത്തിന്റെ മെഹ്റാബിലേക്ക് 2 ആളുകൾ കടന്നു ചെന്നുകൊണ്ടുള്ള പരീക്ഷണമാണ്. 2 തർക്കക്കാർ കടന്നു ചെന്നു. മെഹ്റാബിലേക്കാണ് ചെന്നത്. അങ്ങോട്ട് പ്രവേശനമുണ്ടായിരുന്നില്ല. രാജകാര്യങ്ങളും വിധി പറയാനുള്ള വിധിപീഠമൊക്കെ വേറെ തന്നെയാണ്. ഭരണകാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനുള്ള മേഖല വേറെയാണ്. പടച്ചതമ്പുരാനുമായി അദ്ദേഹത്തിന് ബന്ധപ്പെടാനുള്ളതാണ് മെഹ്റാബ്. അവിടെ അദ്ദേഹം ആർക്കും പ്രവേശനം നൽകിയിരുന്നില്ല. പക്ഷേ ആരും അറിയാതെ ഇത് തസവ്വുറുൽ മെഹ്റാബ് എന്നാണ് ഖുർആൻ ഉപയോഗിച്ചത്. ഒളിഞ്ഞു കിടന്നു, ചാടിക്കിടന്നു, മതിൽ ചാടി എന്നൊക്കെ അതിനർത്ഥം പറയാറ്. എന്ത് പറഞ്ഞാലും ആരും അറിയാതെ അവര് പതുക്കെ ആ മെഹ്റാബിലേക്ക് കടന്നു. കണ്ടമാത്രയിൽ പേടി തോന്നി, പ്രകോപിതനായപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, പേടിക്കണ്ട, ഞങ്ങൾക്കിടയിലുള്ള ഒരു തർക്കം തീർക്കാൻ വന്നതാണ്. തർക്കത്തിന്റെ കാരണം അവർ പറഞ്ഞു. ഇദ്ദേഹം എന്റെ സഹോദരനാണ്, അദ്ദേഹത്തിന് 99 ആടുകളുണ്ട്, എനിക്ക് ആകപ്പാടെ ഒരൊറ്റ ആടേ ഉള്ളൂ. ഇദ്ദേഹം അത് അദ്ദേഹത്തിന് വേണമെന്നാവശ്യപ്പെടുന്നു. വർത്തമാനത്തിൽ അദ്ദേഹം എന്നെ പരാജയപ്പെടുത്തി, കുറുകിപ്പോയി ഞാൻ.
ഒരു വിധി പറയണം. ദാവൂദ് നബി അലൈഹിസ്സലാം നേരത്തെ പ്രകോപിതനാണ്. ഈ സംഗതിയാണെങ്കിലോ പ്രത്യക്ഷത്തിൽ തന്നെ ഈ 99 ഒരാൾ ഒന്നിനെ ആവശ്യപ്പെട്ടത് തെറ്റാണ് എന്ന് ആർക്കും ബോധ്യം വരുന്ന, വളരെ പെട്ടെന്ന് പ്രകോപിതനാകാൻ പറ്റുന്ന ഒരു ചോദ്യവും. പെട്ടെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു, തെറ്റാണ് ഇവൻ ചെയ്തത്, തെറ്റാണ് ഇവൻ ചെയ്തത്, തെറ്റാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു വിശദീകരണവും നൽകി. വിശദീകരണം പറയാൻ നേരമില്ലാത്തതുകൊണ്ടാണ്, അത് നിങ്ങൾ പരിശോധിക്കാം. അത് കഴിഞ്ഞ ഉടനെ ഇവ രണ്ടുപേരും അപ്രത്യക്ഷരായി. അള്ളാഹുവിന്റെ മലക്കുകളായിരിക്കും അത്, ആകാനാണ് സാധ്യത. എന്താണ് സംഭവമെന്ന് എഴുതപ്പെട്ട തഫ്സീറുകളിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ മാറ്റി തീർച്ചുകൊണ്ട് ഞാൻ പറയുന്നു, മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു പരീക്ഷിക്കുകയാണ്. അതിന്റെ ശേഷം അള്ളാഹു പറയുന്നത്, നിന്നെ ഞാൻ ഖലീഫയാക്കാൻ പോവുകയാണ്, അതുകൊണ്ട് നീതിപൂർവ്വം നീ വിധി പറയണം, നീ ഒരു വിധികർത്താവാകാൻ പോവുകയാണ്. ജനങ്ങൾക്കിടയിൽ വിധി പറയുമ്പോൾ നീതിപൂർവമായിരിക്കണം. അതിന്റെ ശേഷം പറയുന്നു, ഇവിടെ അദ്ദേഹത്തിന്റെ വിധിയെ അള്ളാഹു പരീക്ഷിക്കുകയാണ്. വളരെ വ്യക്തമായി അദ്ദേഹം പ്രകോപിതനായതുകൊണ്ട് വളരെ പെട്ടെന്ന് വിധി പറഞ്ഞു. അന്യായക്കാരന്റെ അന്യായം മാത്രം കേട്ടു, മറ്റേയാളുടെ ഭാഗത്ത് എന്താണ് പറയാനുള്ളതെന്ന് അദ്ദേഹം അന്വേഷിച്ചില്ല. വാദിയുണ്ട്, അവിടെ പ്രതിയുണ്ട്. വാദിയുടെ വാദം കേട്ട ഉടനെ വിധി പറഞ്ഞു, ദാവൂദ് ഇത് ശരിയല്ല, നിന്റെ വാദിയുടെ വാദം കേട്ടുകൊണ്ട് പ്രതിയുടെ ഒന്നും കേൾക്കാതെ നീ വിധി പറയാൻ പാടില്ല, തെറ്റാണ് നീ ചെയ്തത്. പ്രകോപിതനാണ് താങ്കൾ, ആർക്കും മനസ്സിലാകും ഇത് തെറ്റാണെന്ന്. 99 ആടുള്ള ഒരാളുടെ കയ്യിലുള്ള ഒരാടിനെ വീണ്ടും ആവശ്യപ്പെടുന്നുവെങ്കിൽ അത് തെറ്റാണെന്ന് ആർക്കും മനസ്സിലാകും. പക്ഷേ നിനക്ക് വിധി പറയാൻ പാടില്ല. നീ വിധി പറയുന്നത് അവിടെ പ്രതിയായി നിൽക്കുന്ന മനുഷ്യനോട് ചോദിക്കണം, താങ്കൾ അയാളുടെ കയ്യിൽ നിന്ന് ആ ഒരൊറ്റയാളിനെ ചോദിച്ചത് എന്തടിസ്ഥാനത്തിലാണ്? അത് ചോദിക്കേണ്ടിയിരുന്നു താങ്കൾ. താങ്കൾ നീതിമാനായ വിധികർത്താവാണെങ്കിൽ, താങ്കൾ ഒരു ജഡ്ജിയാണെങ്കിൽ താങ്കൾ അങ്ങനെ വിധി പറയാൻ പാടില്ല, തെറ്റാണ് താങ്കൾ ചെയ്തത്. യഥാ ആ വിധി പറഞ്ഞതിനെക്കുറിച്ചാണ് ആ പറഞ്ഞത്. അവിടെ ദാവൂദ് നബിന്റെ പെണ്ണുങ്ങളെ അന്വേഷിക്കുകയോ 99 ഭാര്യമാരുണ്ടായിരുന്നു എന്ന് പറയുകയോ 100ാമത്തെ ഒരാളുടെ ഭാര്യയെ ആഗ്രഹിച്ചു എന്ന് പറയുകയൊക്കെ ചെയ്യേണ്ട ഒരാവശ്യവുമില്ല. അതൊക്കെ ഇസ്രായേലിയാത്ത് കെട്ടിയുണ്ടാക്കിയ വേദപുരാണങ്ങളിലെ കെട്ടുകഥകൾ മാത്രമാണ്. അത് അള്ളാഹുവിന്റെ ഖുർആനുമായി ബന്ധപ്പെടുത്തി അള്ളാഹുവിന്റെ നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്, അള്ളാഹുവിന്റെ ഏറ്റവും നല്ല ദാസൻ ഇന്നഹു അവ്വാബ്, അദ്ദേഹം വിനയാന്വിതനാണെന്ന് പടച്ചതമ്പുരാൻ സർട്ടിഫിക്കറ്റ് നൽകിയ ഒരു പ്രവാചകനെ കുറിച്ച് ആ കെട്ടുകഥകൾ കൊണ്ടുവന്നിട്ട് തഫ്സീറിന്റെ ആൾക്കാർ പ്രചരിപ്പിക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ സംഭവിച്ചുപോയി. പ്രഗത്ഭരായ മുഫസ്സിറുകൾ പോലും അവിടെ കിടന്ന് കുടുങ്ങിയിട്ട് കറങ്ങുകയാണ്. വളരെ ലളിതമായ ഒരു യാഥാർത്ഥ്യം എന്തോ അവരുടെ തലയിലേക്ക് കടന്നു വന്നില്ല. എന്താണ് കാരണം എന്ന് അല്ലാഹുവിന് മാത്രമേ അറിയൂ. പ്രതിയോട് ചോദിക്കാതെ വാദിയുടെ വാദം മാത്രം കേട്ടുകൊണ്ട് ഒരു ജഡ്ജിക്കും വിധി പറയാൻ പാടില്ല. ആ ബോധവൽക്കരണമാണ് പടച്ചതമ്പുരാൻ അവിടെ നൽകുന്നത്, അള്ളാഹുവിന്റെ മലക്കുകളെ അയച്ചുകൊണ്ട്. കാരണം മഹോന്നതമായ ഒരു നീതിപീഠത്തിലേക്ക് അദ്ദേഹത്തെ അള്ളാഹു ഉയർത്തുകയാണ്. ആ പാഠത്തിലൂടെ, ആ പരീക്ഷണത്തിലൂടെ അദ്ദേഹം ബോധവാനായി. അദ്ദേഹം പശ്ചാത്തപിച്ചു, എനിക്ക് പറ്റി തെറ്റ് പഠിച്ചവനെ പുറത്തുകൊണ്ട. രണ്ടാമത്തെ പരീക്ഷണം, മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. അദ്ദേഹം ഏറ്റവും വലിയ ഒരു ഭരണാധികാരിയും പ്രവാചകനുമായിരുന്നു. ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യർക്ക് നൽകിയിട്ടില്ലാത്തത്, ഇന്ന് വരെയുള്ള മനുഷ്യർക്ക് നൽകിയിട്ടില്ലാത്തത്, ഇനി ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യർക്ക് നൽകാത്തതുമായ വലിയ ആധിപത്യമാണ് അദ്ദേഹത്തിന് നൽകിയത്. ഇതുവരെ ആർക്കും അവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഭാവിയിലെ മനുഷ്യർക്കും എത്താൻ കഴിയില്ല.
അതാണ് അള്ളാഹുവിനോട് അദ്ദേഹം ചോദിച്ചത്. പടച്ചവനെ, എനിക്ക് നീ അധികാരം നൽകണം, ആധിപത്യം. ലാ യംബഗി ലിഅഹദിൻ മിൻ ബഅദി, എനിക്ക് ശേഷം ആർക്കും കിട്ടാത്ത വിധത്തിലുള്ള ആധിപത്യം നൽകണം. അല്ലത് കൊടുത്തു എന്നവർ. ഇന്നുവരെ ലോകത്തിന് അവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല, നാളെ എത്തുകയില്ല എന്ന് തന്നെ ഖുർആന്റെ സൂചനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ മഹാനായ പ്രവാചകനെയും അള്ളാഹു പരീക്ഷിച്ചു. അത്യുന്നതമായ സ്ഥാനത്ത് എത്തിച്ചേർന്ന ആ പ്രവാചകന്റെ കുർസി, അദ്ദേഹത്തിന്റെ സിംഹാസനത്തിൽ ഒരു ജീവശവത്തെ ഇട്ടു എന്ന് പറയുന്നുണ്ട്. ജസദൻ. എന്താണത് എന്ന്, ആ സംഭവം എന്താണെന്ന് ഇന്ന് വരെ ആർക്കും മനസ്സിലായിട്ടില്ല. ചില നിഗമനങ്ങളിൽ എത്തിച്ചേരുകയല്ലാതെ. നാളെ വരാനിരിക്കുന്ന ആർക്കെങ്കിലും മനസ്സിലാകുമെങ്കിൽ അവർ വിവരിക്കും. അവിടെയും ഇസ്രായേലിയാത്തുകൾ, കെട്ടുകഥകൾ കടന്നുകൂടിയിരിക്കുകയാണ്. ആ വിഷയകമായി വന്ന ഒരൊറ്റ ഹദീസും ശരിയല്ല എന്ന് ഷഹീദ് സയ്യിദ് കുത്തുബ് അദ്ദേഹത്തിന്റെ ഫീദിലാലിൽ പറയുന്നുണ്ട്. അതേപോലെ സയ്യിദ് അബുൽ അല മൗദൂദി അദ്ദേഹത്തിന്റെ തഫ്സീറുൽ ഖുർആനിലും പറയുന്നുണ്ട്. ഒരൊറ്റ ഹദീസും ശരിയല്ല. ആ വിഷയകമായി വന്നിട്ടുള്ള ഒരൊറ്റ ഹദീസും സ്വീകാര്യയോഗ്യമായ ഹദീസുകളല്ല എന്ന് ഹദീസ് പരിശോധിച്ചതിന് ശേഷം അല്ലാമ ഇബ്നു തൈമിയ പറഞ്ഞതും, അതായത് ഇബ്നു ജൗസി പറഞ്ഞതുമൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ മഹാന്മാരായ ഷഹീദ് സയ്യിദ് കുത്തുബും സയ്യിദ് അബുൽ അല മൗദൂദിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ കെട്ടുകഥകളിലൂടെ, അതിനുവേണ്ടി ഉണ്ടാക്കിയ കെട്ടുകഥകൾ തന്നെ വ്യാജനിർമ്മിതങ്ങളായ ഹദീസുകളിലൂടെ ഖുർആനെ വ്യാഖ്യാനിക്കുവാൻ നമ്മുടെ മുഫസ്സിറുകൾ തയ്യാറായ ധൈര്യം, അവർക്കുണ്ടായ ധൈര്യം അത്ഭുതത്തോടുകൂടി മാത്രമേ ഓർക്കാൻ കഴിയൂ. എന്താണ് സംഭവം? സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ മനസ്സിൽ ഒരാഗ്രഹമുണ്ടായി. ഒരു നിഗമനം മാത്രമാണിത്. എന്റെ സന്താനം, എന്റെ മക്കളിൽ ഈ ആധിപത്യം നിലനിൽക്കണമെന്നൊരാഗ്രഹം. അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്നാണല്ലോ അദ്ദേഹത്തിന് ഈ അധികാരം കിട്ടിയത്. ഓ വരിസ സുലൈമാനു ദാവൂദ് എന്നതുപോലെ എന്റെ മക്കളിലും ഉണ്ടാകണം. മക്കൾ അതിനനുയോജ്യരല്ലാതെ വരും. ഒരു മകൻ, ആ മകൻ അതിനനുയോജ്യനല്ല. ആ മകൻ ആധിപത്യത്തിൽ വരാൻ യോഗ്യനല്ല. അതൊരു ജസത്ത് മാത്രമാണ്. ആ ആഗ്രഹം നീ ഉപേക്ഷിക്കണം എന്ന ഒരു സന്ദേശമാണ് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് അതിലൂടെ അള്ളാഹു നൽകുന്നത്. സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ ഭരണശേഷം ആ ഭരണവും അധികാരവും നഷ്ടപ്പെട്ട ചരിത്രം വിവരിക്കുന്നുണ്ട് ചരിത്രകാരന്മാർ. അവിടെ ആ ഭരണം നഷ്ടപ്പെടുകയും യഹൂദ എന്ന് പറയുന്ന ഒരു ഗോത്രം മാത്രം അദ്ദേഹത്തിന്റെ കൂടെ പലസ്തീനിൽ നിലനിൽക്കുകയും ചെയ്തു എന്നാണ് ആ ചരിത്രത്തിൽ രേഖപ്പെടുത്തി. ഒരു മകനാണ് അധികാരത്തിൽ വന്നത്. പക്ഷേ ആ ആഗ്രഹം ഒരു പ്രവാചകൻ ഉണ്ടാകാൻ പാടില്ല. എനിക്ക് ശേഷം എന്റെ മകൻ, അല്ലെങ്കിൽ എന്റെ ബന്ധു, എന്റെ കുടുംബം, എന്റെ കുടുംബത്തിൽ നിന്ന് ഭരണം പോകരുത് എന്ന് പറയുന്ന മനുഷ്യനെ ദുഷിപ്പിക്കുന്ന ഒരാഗ്രഹം പോലും പ്രവാചകൻ ഉണ്ടാകാൻ പാടില്ല. ഒരു പരീക്ഷണാർത്ഥം അദ്ദേഹത്തിന്റെ സിംഹാസനത്തിൽ ഒരു ജീവശവത്തെ ഇട്ടുകൊടുത്തുകൊണ്ട് പടച്ചതമ്പുരാൻ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെ പരീക്ഷിച്ചു. ഈ ജീവശവമാണ് നിന്റെ കുർസിയിൽ, നിന്റെ സിംഹാസനത്തിൽ ഭരിക്കുന്നതെങ്കിൽ ഈ രാജ്യം ഭരിക്കുവാൻ, ഈ ലോകം ഭരിക്കുവാൻ അദ്ദേഹത്തിന് കഴിയോ? സുലൈമാൻ ചിന്തിപ്പിച്ചു. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം തിരിച്ചു വന്നു. വേണ്ട പടച്ചവനെ, എനിക്ക് ശേഷം ഈ ആധിപത്യം അന്ത്യനാൾ വരെയും അങ്ങനെ ഉണ്ടാകണ്ട. എനിക്ക് നീ നൽകിയ ഈ അധികാരം ഭാവിയിൽ ഇനി ആർക്കും ഉണ്ടാകാത്ത വിധം ഉന്നതമായ അധികാരം നൽകണം. അതവിടെ അവസാനിച്ചോട്ടെ. എന്റെ സന്താന പരമ്പരകളിൽ അങ്ങനെ ഒരു അധികാരം വേണ്ട. എല്ലാം അല്ലാഹു കൊടുത്തു സുലൈമാൻ നബി അലൈഹി ഇസ്ലാം. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത്യുന്നതങ്ങളിൽ ഉപവിഷ്ടരായി രണ്ട് പ്രവാചകന്മാരും പടച്ചതമ്പുരാന്റെ മുമ്പിൽ വിനയാന്വിതരായിരുന്നു. നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. വിനയാന്വിതരായിരുന്നു അവർ. അധികാരമുണ്ടായിട്ടും പടച്ചതമ്പുരാന്റെ മുമ്പിൽ വിനയം കാണിച്ചിരുന്ന രണ്ട് ഭരണാധികാരികളായ പ്രവാചകന്മാരുടെ പരീക്ഷണ നിർഭരമായ
സംഭവം വിവരിച്ചുകൊണ്ട് മൂന്നാമത്തെ ഒരു പരീക്ഷണത്തിലേക്ക് കടന്നു പോവുകയാണ്. ആ മൂന്നാമത്തെ പരീക്ഷണം അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പരീക്ഷണമാണ്. പടച്ച തമ്പുരാൻ ആ പ്രവാചകനെ പരീക്ഷിക്കുന്നത് മറ്റൊരു വിധത്തിലാണ്. ശരീരത്തിന് രോഗം ബാധിച്ചു, സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു, മക്കൾ മരിച്ചുപോയി, അനന്തരാവകാശികളില്ലാത്ത വിധം സ്വന്തം ഭാര്യയ്ക്ക് പോലും പിശാചിന്റെ ദുഷ്പ്രേരണയിൽ അകപ്പെടേണ്ട ഗതികേട് വന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് രോഗം മാറിക്കഴിഞ്ഞാൽ ഈ പിശാചിന്റെ പിടിയിൽപ്പെട്ട് എന്റെ ഭാര്യയെ ഞാൻ തല്ലുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ വിനയാന്വിതനായ ആ പ്രവാചകൻ ഒരു മനുഷ്യന് സഹിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറം സഹിച്ചുകൊണ്ട്, എല്ലാം ക്ഷമിച്ചുകൊണ്ട് അവസാനം അല്ലാഹുവിനോട് പറഞ്ഞു, റബ്ബി ഇന്നി മസ്സനിയൽ ദുർറു വഅൻത അർഹമുർ റഹീമീൻ. ഒരുപാട് വേദന ഞാൻ സഹിച്ചു പഠിച്ചവനെ. പിശാചിൽ നിന്നുള്ള ദുർബോധനവും എന്റെ കൂടെയുള്ള മിത്രങ്ങളെ ബാധിച്ചു പഠിച്ചവനെ. റബ്ബി ഇന്നി മസ്സനിയൽ ദുർറു, പ്രയാസം എന്നെ പിടികൂടിയിരിക്കുന്നു, അത് മാറ്റിത്തരണേ എന്നുള്ള അവനോട് പറഞ്ഞില്ല. എന്നെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു അത്. വഅൻത അർഹമുർ റഹീമീൻ, നീ പരമകാരുണികനല്ലേ, കാരുണ്യവാന്മാരിൽ ഏറ്റവും കൂടുതൽ കരുണ കാണിക്കുന്നവനല്ലേ. അപ്പോഴും അദ്ദേഹം അല്ലാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് ഓർക്കുന്നു. കൈകാലുകൾ ഇങ്ങനെ തുണ്ടുതുണ്ടായി മുറിഞ്ഞുപോയി, നോക്കാൻ ആൾക്ക് കഴിയാത്ത വിധം അറപ്പ് തോന്നുന്ന ഒരു ശരീരത്തിന്റെ ഒരു മാംസപിണ്ഡമായി മാറി. അള്ളാഹിനോട് പറഞ്ഞു, പടച്ചവനെ, നിന്നെ ഓർക്കുവാനുള്ള എന്റെ മനസ്സിനെ ഈ രോഗം ബാധിക്കരുതേ. പടച്ചവനെ, നിന്നെ സ്മരിക്കുവാനുള്ള എന്റെ നാവിന് ഈ രോഗം ബാധിക്കാതിരിക്കണമേ. പടച്ചവനെ, എന്റെ രോഗം മാറ്റിത്തരണേ എന്ന ആ സന്ദർഭത്തിലും ആ പ്രവാചകൻ പ്രാർത്ഥിച്ചില്ല. അർഹമുർ റഹീമീനായ അല്ലാഹുവേ, ഒരുപാട് ദുരിതം ഞാൻ അനുഭവിച്ചു. പടച്ച തമ്പുരാൻ ആ പ്രാർത്ഥന സ്വീകരിച്ചു. പടച്ച തമ്പുരാന്റെ കാരുണ്യത്തിന്റെ പ്രതീക്ഷ, കാരുണ്യത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ. അല്ലാഹു ആ പ്രവാചകനെ എല്ലാം തിരിച്ചു നൽകിക്കൊണ്ട് അനുഗ്രഹിച്ചു. ക്ഷമ, സഹനം, അത് അത്യുന്നതങ്ങളിലായാലും അങ്ങേയറ്റത്തെ അധപ്പതനത്തിന്റെ പടുകുഴിയിലായാലും, സന്തോഷിക്കുമ്പോഴായാലും ദുഃഖിക്കുമ്പോഴായാലും ക്ഷമ പ്രവാചകന്മാർക്ക് നൽകിയ ഏറ്റവും വലിയ ആയുധം അതായിരുന്നു. നമുക്ക് ലഭിക്കുവാനുള്ള സന്ദേശം, ഇസ്ലാമിക പ്രബോധനത്തിന്റെ ആയുധം ക്ഷമയാണ്, സഹനമാണ്, സഹിക്കലാണ്. നാളെ എന്തുവരും എന്നതിനെക്കുറിച്ച് ആശങ്ക ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കുന്ന പ്രബോധകന്മാർക്കുണ്ടാകാൻ പാടില്ല. സഹിക്കണം. അവർ ഇന്ന് പുലരാം, നാളെ പുലരാം, പുലർന്നില്ലെന്ന് വരാം. വരാനുള്ളത് ഒരുപക്ഷെ നിനക്ക് കാണാൻ കഴിഞ്ഞെന്ന് വരാം, അല്ല അത് കാണുന്നതിന് മുമ്പ് നീ മരിച്ചുപോയെന്ന് വരാം. പക്ഷേ വരാനുള്ളത് വരിക തന്നെ ചെയ്യും. ആ പ്രതീക്ഷ നിന്റെ മനസ്സ് നിറഞ്ഞു നിൽക്കണം. നീ ഒരിക്കലും നിരാശനാകരുത്. അല്ലാഹുവിന്റെ അംബിയാ മുർസലുകൾക്കുള്ള അതേ സന്ദേശം ആ അംബിയാ മുർസലുകൾ ഈ ലോകത്ത് സമർപ്പിച്ച ആ മഹാസന്ദേശത്തിന്റെ വാഹകരായ ഇസ്ലാമിസ്റ്റുകൾക്കും ഉണ്ടാകണം. ദൈവിക ദർശനത്തിന്റെ സന്ദേശവാഹകരായ പ്രബോധകന്മാർക്കുണ്ടാകണം. ഈ ലോകത്ത് നടക്കുന്ന മുഴുവൻ അഹങ്കാരങ്ങളുടെയും ധിക്കാരങ്ങളുടെയും എല്ലാം കണ്ടുകൊണ്ട് തന്നെ അതിലെല്ലാം സഹിക്കുവാനും അതെല്ലാം ക്ഷമിക്കുവാനും അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കുവാനും അവന്റെ കാരുണ്യത്തിൽ ലയിക്കുവാനും ഇസ്ലാമിക പ്രവർത്തകർക്ക് കഴിയണം. അതാണ് സൂറത്തു സ്വാദിലൂടെ ഈ മഹാസന്ദേശം സമർപ്പിച്ചുകൊണ്ട് പടച്ച തമ്പുരാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആ മാർഗം പിൻപറ്റുവാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.